നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. RSS ചിലർക്ക് ഇതൊരു സാധാരണ സംഘടനയാണ്, ചിലർക്കിത് ഇന്ത്യയുടെ ആത്മാവാണ്, ചിലർക്കിത് വിവാദങ്ങളുടെ കേന്ദ്രവുമാണ്. എന്നാൽ ഒരു നൂറ്റാണ്ട് പിന്തുടരുന്ന ഈ സംഘടന ഇന്നും കോടിക്കണക്കിന് ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു? എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി ഇത് വളർന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 1925 നാഗ്പൂരിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാൾ ആണ് RSS സ്ഥാപിച്ചത്. അന്നത്തെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ ലളിതമായിരുന്നു. സംഘടിതവും സ്വഭാവശുദ്ധിയുള്ളതുമായൊരു സമൂഹം ഉണ്ടാകണം. വ്യക്തിയുടെ സ്വഭാവം മാറിയാൽ സമൂഹം മാറും, സമൂഹം മാറിയാൽ രാജ്യം ശക്തമാകും. RSS എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. പലരും കരുതുന്നത് RSS ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. എന്നാൽ RSS ഒരു സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനയാണ്. രാജ്യത്തുടനീളം ദിവസേന നടക്കുന്ന ശാഖകൾ വഴി ശാരീരിക പരിശീലനം, അച്ചടക്കം, കൂട്ടായ പ്രവർത്തനം, സേവന മനോഭാവം എന്നിവ വളർത്തുക എന്നതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വലിയൊരു സംഘടനയായി RSS മാറിയത്? RSSന് ശമ്പളമുള്ള അംഗത്വ സംവിധാനമില്ല. ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് RSSൽ സ്വമേധയാ പ്രവർത്തിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ശാഖകളുണ്ട്. സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആദിവാസി മേഖലകളിലെ പ്രവർത്തനം, ഗ്രാമവികസനം ഇതെല്ലാം ചേർന്നാണ് സംഘടനയുടെ വളർച്ചയ്ക്ക് പിന്തുണയുണ്ടായത്. പിന്നെ സേവന പ്രവർത്തനങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, കോവിഡ് മഹാമാരി, പല സ്ഥലങ്ങളിലും RSS പ്രവർത്തകരും സേവാഭാരതി അനുബന്ധ സംഘടനകൾ എല്ലാവരും രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. രക്തദാനം, ഭക്ഷണ വിതരണം, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇവയാണ് RSSനെ പിന്തുണയ്ക്കുന്നവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട് RSSനെ പലരും പിന്തുണയ്ക്കുന്നു? RSS അനുയായികൾ തന്നെ പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം, പാരമ്പര്യം, ദേശീയ ബോധം സംരക്ഷിക്കാൻ വലിയൊരു പങ്ക് RSS വഹിച്ചു എന്നാണ്. ഹിന്ദു സമൂഹം കൂടുതൽ സംഘടിതമാകാൻ RSS സഹായിച്ചു. സേവനവും അച്ചടക്കവും ദേശസ്നേഹവും വ്യക്തിത്വ വികസനവും സംഘടനയുടെ പ്രധാന ശക്തികളാണെന്നാണ് അവരുടെ അഭിപ്രായം. ഇനി മറ്റ് വിമർശനങ്ങളുമുണ്ട്. അതേസമയം RSSനെ വിമർശിക്കുന്നവർ പറയുന്നത് RSS മതനിരപേക്ഷതയെ ബാധിക്കുന്നുവെന്നാണ്. RSS അനുയായികൾ ഇതിന് മറുപടിയായി പറയുന്നത് തങ്ങൾ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ദേശീയ ഐക്യത്തെയും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും എല്ലാ പൗരന്മാരുടെയും ദേശീയ ബോധം വളർത്തുകയാണ് ലക്ഷ്യമെന്നും എന്നാണ്. ഇനി ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ചുള്ളൊരു ചർച്ചയുണ്ട്. RSSനെ പിന്തുണയ്ക്കുന്ന പലരും പറയുന്നൊരു വാദമുണ്ട്. സമൂഹം സംഘടിതവും ജാഗ്രതയുള്ളതുമായിരിക്കണം. രാജ്യസുരക്ഷ സൈന്യത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നല്ല പൗരന്മാർ, സേവന മനോഭാവം, സാമൂഹിക ഐക്യം, ദേശീയ ബോധം ഇവയും രാജ്യത്തിൻ്റെ ശക്തിയുടെ ഭാഗമാണ്. ഇതാണ് RSS വിശ്വസിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ സുരക്ഷ, ഭരണഘടന, ജനാധിപത്യം, സായുധസേന, പോലീസ്, നീതിന്യായ വ്യവസ്ഥ എല്ലാ സമൂഹങ്ങളിലും പൗരന്മാർ എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെ ഉറപ്പാക്കണമെന്ന് മറ്റു ചിലരും ചൂണ്ടിക്കാണിക്കുന്നു. RSSനെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം, എതിർക്കാം. പക്ഷേ ഒരു നൂറ്റാണ്ടിനടുത്ത് കാലം നിലനിന്ന് പല വെല്ലുവിളികളും നേരിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിലൊന്നായി വളർന്നു വന്ന ഈ സംഘടനയെ മനസ്സിലാക്കാതെ ആധുനിക ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരാൾക്കും സാധിക്കില്ല. ചരിത്രം അറിയുക, വസ്തുതകൾ പഠിക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.